ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SCRT സീരീസ് എഡ്യൂക്കേഷന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളവരായിരിക്കാം. നമ്മൾ ഓൾറെഡി 5 ക്ലാസ്സുകൾ ഇതിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പൊ SCRT സീരീസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 6ാമത്തെ ചാപ്റ്റർ ആണ്. വിലയും വിപണിയും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓൾറെഡി നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിന്റെ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ എളുപ്പമായിട്ട് തോന്നും. ഇനി അല്ല ഈ ചാപ്റ്റർ വായിക്കാത്തവരാണെങ്കിൽ കൂടി ഈ MCQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അതിൽ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിലയും വിപണിയും ഇതൊരു എക്കണോമിക്സിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. എക്കണോമിക്സ് വിഭാഗത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൽ തന്നെ നമ്മുടെ ജോഗ്രഫി ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ജോഗ്രഫിന്റെ ഒരു ക്ലാസ് കൂടി പെൻഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എക്കണോമിക്സും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് വിലയും വിപണിയും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, SCRT സീരീസിലെ 6ാമത്തെ ചാപ്റ്റർ. ഓപ്ഷൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്ന ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. അത് ശരിയായിട്ടുള്ള ആൻസർ ആണോ? ശരിയായിട്ടുള്ള ആൻസർ അല്ല. മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും എന്തല്ല, ഒരേപോലെ പ്രധാനപ്പെട്ടതല്ല. അടിസ്ഥാന ആവശ്യങ്ങൾ ജീവിതത്തിന് അത്യാവശ്യമല്ലാത്ത ആഗ്രഹങ്ങളാണ് എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ആൻസർ ആണ്. കാരണം അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്? ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ്. ഓപ്ഷൻ സി, ആഗ്രഹങ്ങൾ വ്യക്തികൾക്ക് വ്യത്യസ്തമായിരിക്കും, അത് സാമ്പത്തിക വിവരങ്ങളെ ആശ്രയിച്ചിരിക്കും എന്ന് പറയുന്നത് സാമ്പത്തിക എന്താണ് ആഗ്രഹങ്ങൾ വ്യക്തികൾക്ക് വ്യത്യസ്തമായിരിക്കും എന്നത് ശരിയാണ്. അത് സാമ്പത്തിക വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി, ഉൽപ്പാദകർ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്നു എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സോ നമ്മളോട് പറഞ്ഞത് ശരിയായിട്ട് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ സി ആണ് വരിക. ആഗ്രഹങ്ങൾ വ്യക്തികൾക്ക് വ്യത്യസ്തമായിരിക്കും, അത് സാമ്പത്തിക വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. നമുക്ക് പണ്ട് മുതലേ അറിയാം എന്താണ്, വസ്ത്രം, അതുപോലെ പാർപ്പിടം, ഭക്ഷണം, ഇത് മൂന്നും എന്താണ് അടിസ്ഥാന ആവശ്യം വരുന്നത് അല്ലെ. ഭക്ഷണം, പാർപ്പിടം, ഭക്ഷണം, ഇത് മൂന്നും എന്താണ് അടിസ്ഥാന ആവശ്യമാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വിനോദം എന്തല്ല, അടിസ്ഥാന ആവശ്യങ്ങളല്ല. വിനോദം എന്നൊക്കെ അടിസ്ഥാന ആവശ്യമല്ല. അടുത്തത്, ഒരു നോട്ട്ബുക്ക് നിർമ്മാണ പ്രക്രിയയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അസംസ്കൃത വസ്തു എന്നാണ്. ഏതൊക്കെയാണ് ഒരു നോട്ട്ബുക്ക് നിർമ്മിക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് നിർമ്മാണ പ്രക്രിയ എന്താണ് അസംസ്കൃത വസ്തു? പേനയാണോ, കടലാസാണോ, കമ്പ്യൂട്ടറാണോ, യന്ത്രമാണോ എന്ന് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് വരിക. ഏതാണ്? കടലാസ് ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ബി കടലാസ്. പേനയല്ല, നമുക്കറിയാം. കമ്പ്യൂട്ടറും അല്ല, യന്ത്രവും അല്ല. ഓപ്ഷൻ ബി കടലാസ് ആണ് ഒരു നോട്ട്ബുക്ക് നിർമ്മാണ പ്രക്രിയയിൽ എന്താണ് അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഓക്കെ, അത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏത് എന്നാണ്. തെറ്റായത് നമുക്ക് നോക്കാം. ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി നോക്കാം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നത് ഉൽപ്പാദകരാണ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം എന്താണ് അത് പൂർത്തീകരിക്കുന്നത് ഒരിക്കലും ഉൽപ്പാദകരല്ല. ഉൽപ്പാദകർ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്. അപ്പോ തെറ്റായത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റായതാണ് നമ്മളോട് ഇപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. തെറ്റായത് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ഉൽപ്പാദകരാണ് എന്ന് പറയുന്നത് എന്താണ്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നത് എന്താണ്, ഉൽപ്പാദകർ. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ഉൽപ്പാദകരാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത, ഉൽപ്പാദകർ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വിദ്യാഭ്യാസം ആധുനിക മനുഷ്യന്റെ ആവശ്യമാണ് എന്ന് പറയുന്നത് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ്, എല്ലാ ആഗ്രഹങ്ങളും സാമ്പത്തിക വിഭവങ്ങൾ ഇല്ലാതെ തന്നെ നിറവേറ്റാനാകും എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, എല്ലാ ആഗ്രഹങ്ങളും സാമ്പത്തിക വിഭവങ്ങൾ ഇല്ലാതെ തന്നെ നിറവേറ്റാനാകും എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. സാമ്പത്തിക വിഭവങ്ങൾ കൂടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചില ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ താഴെ നൽകിയിരിക്കുന്നതിൽ ആഗ്രഹങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏതെന്നാണ്. അപ്പൊ ശുദ്ധമായ വായു, കുടിവെള്ളം, വസ്ത്രം ഒക്കെ എന്തല്ല നമ്മുടെ ആഗ്രഹങ്ങളല്ല, അതൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്താണ്, മൊബൈൽ ഫോൺ ആണ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറഞ്ഞതിൽ ഏതാണ് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന നിവേശനങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്സ് അല്ലാത്തത് എന്നാണ്. നമുക്കറിയാം അസംസ്കൃത വസ്തുക്കളും യന്ത്രങ്ങളും തൊഴിലാളികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ സഹായിക്കാനായിരിക്കുന്ന നിവേശനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, അതൊരു ഇൻപുട്ട് അല്ല, അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഉൽപ്പന്നങ്ങൾ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്, അതൊരു ഇൻപുട്ട് അല്ല, അതൊരു ഔട്ട്പുട്ട് ആണ് ഇത് പറയുന്നത് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കാത്ത ഇൻപുട്സ് എന്ന് പറയുന്നത്. അടുത്തത്, ഉൽപാദന പ്രക്രിയയിൽ നിവേശങ്ങളെ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഉൽപാദനം. ഓക്കെ, ഉൽപാദന പ്രക്രിയയിൽ നിവേശങ്ങളെ ഇൻപുട്സിനെ ഉൽപ്പന്നങ്ങളായി മാറ്റുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അതിനാണ് നമ്മൾ ഉൽപാദനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഉൽപാദന പ്രക്രിയയിൽ മൂലം നിവേശനങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉൽപാദനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉൽപാദകർക്ക് സ്വീകരിക്കുന്ന മാർഗങ്ങൾ പെടാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ ബി നോക്കാം. മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, അത് പെടുന്നതാണ്. അത് എന്താണ്, അവരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്.
അടുത്തത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. നിവേശനങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക, അതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. നിവേശനങ്ങളുടെ അളവ് കുറയ്ക്കുക, ഓക്കെ, ഇൻപുട്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കുറവ് വരും. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഒരു ഉൽപാദനത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സമയം നമുക്ക് നിവേശനങ്ങളുടെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്, അല്ല, നിവേശനങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയാണുള്ളത്. അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്നതാണ് ഇരിക്കുന്നത്. ഉൽപ്പന്നത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഉൽപാദനം എന്ത് ചെയ്യും, വർദ്ധിക്കും. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഉൽപാദനം വർദ്ധിക്കും. നമുക്കറിയാം, ഒരു കോവിഡ് കാലത്തൊക്കെ പെട്ടെന്ന് നമ്മുടെ സാനിറ്റൈസർ പോലുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നത്തിന്റെ ആവശ്യം വർദ്ധിച്ചു, അല്ലെ? ആവശ്യം വർദ്ധിപ്പിച്ച് എന്ത് ചെയ്തു, ഒരുപാട് കമ്പനീസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഓക്കെ, ഉൽപ്പന്നത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉൽപാദനം വർദ്ധിക്കും. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നിവേശനങ്ങളുടെ അളവും ഉൽപാദനക്ഷമയും. ഓക്കെ, ഇൻപുട്സിന്റെ അളവും ഉൽപാദനക്ഷമതയും ആശ്രയിച്ചിരിക്കുന്നത് ഒരു ഉൽപാദനത്തിന്റെ ഉൽപാദനം എത്രമാത്രം, അല്ലെങ്കിൽ ഒരു ഉൽപാദനം എത്രമാത്രം ഉൽപ്പാദിക്കുന്നു, എത്ര ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിന്റെ ഉൽപാദനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, നിവേശനങ്ങളുടെ അളവും ഉൽപാദനക്ഷമതയുമാണെന്ന് ആരും ഓർമ്മിക്കുക. ഓക്കെ, അതായത് താഴെ പറയുന്നതിൽ ഉൽപാദന ധർമ്മത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഉൽപാദന ധർമ്മം ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന നിക്ഷേപങ്ങളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണ്. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക. നാല് ഓപ്ഷൻ വലുതാണ്, അത് വായിക്കണമെന്നില്ല. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. എന്താണ് താഴെ പറഞ്ഞത്, ഉൽപാദന ധർമ്മത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന നിക്ഷേപങ്ങളും നിർമ്മിക്കുന്ന ഉൽപ്പന്നവും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണ്. മറ്റതൊക്കെ സാമ്പത്തിക ബന്ധമാണെന്നുണ്ട്, സാമൂഹിക ബന്ധമുണ്ട്, രാഷ്ട്രീയ ബന്ധമുണ്ട്, അതൊന്നല്ല. എന്താണ് ഉൽപാദന ധർമ്മം എന്നാൽ ഉൽപാദന പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിക്ഷേപങ്ങളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത താഴെ പറയുന്നതിൽ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉദാഹരണം ഏതാ എന്നതാണ്. തൊഴിൽ, മൂലധനം, അസംസ്കൃത വസ്തുക്കൾക്കും നേരിടുള്ള സ്ഥിര നിക്ഷേപമല്ല, പക്ഷെ ഭൂമി നമ്മൾ നിക്ഷേപിക്കുന്നതാണ്, അത് സ്ഥിര നിക്ഷേപമാണ്. ഭൂമി ഒരു സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന കാര്യം ഓർമ്മിക്കുക. താഴെ പറഞ്ഞതിൽ അസ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉദാഹരണം എന്ന് വെച്ചാൽ എന്താണ്, അപ്പൊ തൊഴിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി തൊഴിലാണ് അസ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു സ്ഥിര നിക്ഷേപമാണ്. അതേസമയം തൊഴിൽ എന്ന് പറയുന്നതാണ് അത് അസ്ഥിര നിക്ഷേപമാണെന്ന് ഓർമ്മിക്കുക. തൊഴിൽ എന്ന് പറയുന്നത് അസ്ഥിര നിക്ഷേപമാണ്, ഭൂമി എന്ന് പറയുന്നത് സ്ഥിര നിക്ഷേപമാണെന്ന് ആരും ഓർമ്മിക്കുക. ഓക്കെ, ഉപഭോഗം എന്നാൽ എന്ത് എന്ന് വെച്ചാൽ എന്താണ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉപഭോഗം എന്ന് പറയുന്നത്. ഉപഭോഗം എന്ന് പറയുന്നത് എന്താണ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപഭോഗം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഉപഭോക്താവ് എന്നാൽ ആരാണ് ഉപഭോക്താവ്? സാധനങ്ങൾ വിൽക്കുന്ന ആളാണോ, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണോ, അതോ സാധനങ്ങൾ സംഭരിക്കുന്ന ആളാണോ? ആരാണത്? സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മൾ വിളിക്കുന്നത് ഉപഭോക്താവ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മൾ വിളിക്കുക ഉപഭോക്താവ് എന്ന് വിളിക്കുക. ഉപഭോക്താവ് എന്നാൽ ആരാണ്? സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആര്? ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഉപഭോക്താവിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? അത് ഉൽപാദനമാണോ, അതോ വിതരണമാണോ, പരസ്യമാണോ, അതോ ഉപഭോക്താവിന് സാമ്പത്തിക ശേഷിയാണോ? അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് അറിയാലോ. ഒരാള് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങണമെങ്കിൽ അയാൾ എന്തിനെ ആശ്രയിച്ചിരിക്കും? ആ വിതരണത്തിനെയാണോ, പരസ്യത്തിനെയാണോ, ഉൽപാദനത്തിനെയാണോ? അതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര സാമ്പത്തികമുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും, അല്ലെ? നിങ്ങൾക്ക് ഒരു വലിയ കാർ വേണം, പക്ഷെ അത്രത്തോളം പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാറിന് എത്രത്തോളം പരസ്യം ലഭിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം വിതരണം ലഭിച്ചതുകൊണ്ടോ നിങ്ങൾ അത് വാങ്ങില്ല. പക്ഷെ ഉപഭോക്താവിന് സാമ്പത്തിക ശേഷിയാണ് എന്ത് ചെയ്യുക, ഇത് ഉപഭോക്തത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ സാമ്പത്തിക ശേഷിയാണ്. ഓക്കെ, അത് ചോദനത്തെ കുറിച്ച് താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ആഗ്രഹവും സാമ്പത്തിക ശേഷിയുമാണ് എന്ന് പറയുന്നത് ചോദനം എന്ന് പറയുന്നത്. ചോദനം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ആഗ്രഹവും സാമ്പത്തിക ശേഷിയുമാണെന്ന് പറയുന്നത് ചോദനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ആഗ്രഹം മാത്രമല്ല, ആ വാങ്ങാനുള്ള ആഗ്രഹവും സാമ്പത്തിക ശേഷിയാണ് നമ്മൾ എന്താ പറയാ ചോദനം എന്ന് പറയാം. ചോദനം. ഓക്കെ, ഒരു ഉൽപ്പന്നം വിൽക്കാനുള്ള ആഗ്രഹമല്ല, ഒരു ഉൽപ്പന്നം സൗജന്യമായി ലഭിക്കാനുള്ള ആഗ്രഹമല്ല, ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ആഗ്രഹവും സാമ്പത്തിക ശേഷിയുമാണ് ഇത് ചോദനം എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോൾ ചോദനത്തിന്റെ അളവിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ചോദനത്തിന്റെ അളവ് കുറയുന്നു. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ചോദനത്തിന്റെ ഡിമാൻഡ് അല്ല, ചോദനത്തിന്റെ അളവ് എന്ത് സംഭവിക്കും? ചോദനത്തിന്റെ അളവ് കുറയും. ഓക്കെ, ചോദനത്തിന്റെ അളവ് കുറയും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യും? ചോദനത്തിന്റെ അളവിൽ സംഭവിക്കുന്നു, ചോദനത്തിന്റെ അളവിൽ കുറയുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അത് പ്രധാനത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ആഗ്രഹമാണോ? അല്ല. ഒരു ഉൽപ്പന്നം സൗജന്യമായി ലഭിക്കാനുള്ള ആഗ്രഹമല്ല. ഒരു നിശ്ചിത വിലയ്ക്ക് വിൽക്കാൻ തയ്യാറുള്ള ഉൽപ്പന്നങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്താ പറയാ പ്രധാനം എന്ന് പറയാം. പ്രധാനം എന്ന് പറയുന്നത് ഒരു നിശ്ചിത വിലയ്ക്ക് വിൽക്കാൻ തയ്യാറുള്ള ഉൽപ്പന്നങ്ങളുടെ അളവിനെ, ഒരു നിശ്ചിത വിലയ്ക്ക് വിൽക്കാൻ തയ്യാറുള്ള ഉൽപ്പന്നങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്താ പറയാ പ്രധാനം എന്ന കാര്യം കൊണ്ട് പറയും. ഓക്കെ, അടുത്തത് വിപണിയിൽ വില നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇത് ചോദനവും പ്രധാനവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ
MCQ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളവരായിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. വിപണിയിൽ വില നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏവ എന്ന് വെച്ചാൽ അത് ചോദനവും പ്രധാനവുമാണ്. പ്രധാനവുമാണ് വിപണിയിൽ വില നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ്. താങ്ങുവില കർഷകരെ സഹായിക്കുന്ന ഒരു സർക്കാർ നയമാണ്. സർക്കാർ ഇടപെടലുകൾ വിപണിയിലെ വിലയെ സ്വാധീനിക്കാറില്ല. വിപണിയിൽ വില നിയന്ത്രിക്കുന്ന ഉപഭോക്താക്കൾ മാത്രമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരമ്പരാഗത വിപണന രീതികളെ ആശ്രയിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സർക്കാർ ഇടപെടലുകൾ വിപണിയിലെ വിലയെ സ്വാധീനിക്കാറില്ല എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? തീർച്ചയായിട്ടും സർക്കാർ ഇടപെടലുകൾ വിപണിയിലെ വിലയെ സ്വാധീനിക്കാറുണ്ട്. അത് വിപണിയിൽ വില നിയന്ത്രിക്കുന്നത് ഉപഭോക്താക്കൾ മാത്രമാണ്. അത് ശരിയാണോ? ഒരിക്കലും അല്ല അല്ലെ? അതിന്റെ ഉൽപാദകരും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ കൈകടത്താറുണ്ട്. വിപണിയിൽ വില നിയന്ത്രിക്കുന്നത് ഉപഭോക്താക്കൾ മാത്രമല്ല, അതിന് ഉൽപാദകരാണ്. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരമ്പരാഗത വിപണന രീതികളെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്നത്തെ പുതിയ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരമ്പരാഗത വിപണന രീതികളെ ഒരിക്കലും ആശ്രയിക്കുന്നില്ല എന്നാണ് വേണ്ടത്. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. താങ്ങുവില കർഷകരെ സഹായിക്കുന്ന ഒരു സർക്കാർ നയമാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ചില സമയത്ത് ഇപ്പം കുരുമുളകിന്റെ ആകട്ടെ അല്ലെങ്കിൽ നെല്ലിന്റെ ആവട്ടെ ഒക്കെ എന്താണ് വലിയ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു വില കൊടുത്ത് അത് വാങ്ങും. ഓക്കെ, അതിനാണ് നമ്മൾ താങ്ങുവില എന്ന് പറയുക. അപ്പൊ താങ്ങുവില കർഷകരെ സഹായിക്കുന്ന ഒരു സർക്കാർ നയമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ഓർമ്മിക്കും. അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നാണ്. അപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്ന രീതിയാണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്ന ഒരു രീതിയാണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 1990-കളിൽ പ്രചാരത്തിൽ വന്നു. അതും ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നും അറിയപ്പെടുന്നു. അത് പറയുന്നുണ്ട് ഉപഭോക്താക്കളെ നേരിട്ട് സമീപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരിക്കലും എന്തില്ല? ഉപഭോക്താക്കളെ അത് നേരിട്ട് സമീപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനാണല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ മൊബൈലും ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇവരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഉപഭോക്താക്കളെ നേരിട്ട് സ്വാധീനിക്കുന്നില്ല, സമീപിക്കുന്നില്ല എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, താങ്ങുവിലയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നതാണ്. ഉപഭോക്താക്കൾ കൂടുതൽ വില നൽകുന്നു എന്ന് പറയുന്നുണ്ട്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുറഞ്ഞ വില ഉറപ്പാക്കുന്നു. ഓക്കെ, താങ്ങുവില നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കുറഞ്ഞ വില ഉറപ്പാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? താങ്ങുവില എന്ന് പറയുന്നത്. ഉൽപാദകരുടെ ലാഭം കുറയ്ക്കുന്നതല്ല, വിപണിയിൽ മത്സരം കുറയ്ക്കുന്നതൊന്നുമല്ല. എന്താണ്? നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കുറഞ്ഞ വില ഉറപ്പാക്കുന്നതാണ് എന്ന് പറയുന്നത് താങ്ങുവില എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വില നിയന്ത്രണത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ്. ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ഇത് വില നിയന്ത്രണം എന്ന് പറയുന്നത്. നമുക്ക് ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും സ്കേഴ്സിറ്റി വരുമ്പോൾ, ഒരു ക്ഷാമം വരുമ്പോൾ എന്ത് ചെയ്യും? വിപണിയിൽ വല്ലാതെ ചിലപ്പോൾ വില വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ എന്ത് ചെയ്യും? സർക്കാർ ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ വില നിയന്ത്രിക്കാറുണ്ട്. ഓക്കെ, വില നിയന്ത്രിക്കാറുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് വില നിയന്ത്രിക്കുന്നത്? അത് ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കാനാണ് എന്ത് ചെയ്യുന്നത്? വില നിയന്ത്രണത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ വില നിയന്ത്രണം എന്തിനാണ്? ഉപഭോക്താക്കൾക്ക് ന്യായമായ നിലയിൽ ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് വില നിയന്ത്രണം എന്ന് പറയുന്നത്. ഓക്കെ, അത് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. തെറ്റായത് ഞാൻ പറയാം. വിപണിയിൽ വില നിയന്ത്രിക്കുന്നത് ഉപഭോക്താക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കുന്നതിന് എന്താക്കാം മനസ്സിലാക്കാം. വിപണിയിൽ വില നിയന്ത്രിക്കുന്നത് ഉപഭോക്താക്കൾ മാത്രമാണെന്നത് തെറ്റാണ്. ഉപഭോക്താക്കളുണ്ട്, അതുപോലെ തന്നെ ഉൽപാദകരുണ്ട് അല്ലെ? ഉൽപാദകരുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ങുവില കർഷകരെ സഹായിക്കുന്നത് ശരിയാണ്. വില നിയന്ത്രണം സർക്കാർ ഇടപെടൽ ആവശ്യപ്പെടുന്നത് അത് ശരിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് അതും ശരിയാണ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? വിപണിയിൽ വില നിയന്ത്രിക്കുന്നത് ഉപഭോക്താക്കൾ മാത്രമാണെന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത വിപണിയിൽ അസന്തുലിതാവസ്ഥ ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ എന്താണ്? അത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുമോ? കമ്പോള സ്ഥിരത കൈവരിക്കും, ഉൽപാദനം വർദ്ധിക്കും, സാമ്പത്തിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും അല്ലെ? ഇത് നമുക്ക് എന്താണ് ഒരു കൃത്യമായിട്ട് ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വിപണിയിൽ അസന്തുലിതാവസ്ഥ ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സാമ്പത്തിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അത് ഉൽപ്പന്നത്തിന്റെ ചോദന പ്രധാനത്തെക്കാൾ കൂടുമ്പോൾ ഉൽപാദകർ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? അപ്പൊ വില കൂട്ടാൻ ശ്രമിക്കുന്നു അല്ലെ? ഉൽപ്പന്നത്തിന്റെ ചോദന പ്രധാനത്തെക്കാൾ കൂടുമ്പോൾ ചെയ്യുന്നു ഉൽപാദകർ എന്ത് ചെയ്യുന്നു? ഉൽപാദകർ വില കൂട്ടുന്നു. ഓക്കെ, ഉൽപ്പന്നത്തിന്റെ ചോദനം പ്രധാനത്തെക്കാൾ കൂടുമ്പോൾ ചെയ്യുന്നു? ഉൽപാദകരെ വില കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, അത് ശ്രദ്ധിക്കണം ആ ഒരു പോയിന്റ്. അത് ചോദനവും പ്രധാനവും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ എന്താണ് വിളിക്കുക? സന്തുലിതാവസ്ഥ എന്നാണ് വിളിക്കുക. സന്തുലിതാവസ്ഥയാണിത്. ചോദനവും പ്രധാനവും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് സന്തുലിതാവസ്ഥ എന്നാണ്. അപ്പോൾ നേരത്തെ അസന്തുലിതാവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ചോദനവും പ്രധാനവും തുല്യമാകുന്ന അവസ്ഥയാണ് നമ്മൾ വിളിക്കുന്നത് സന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാൽ എന്ത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു. പരമ്പരാഗത രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അത് തെറ്റാണ്. അത് കടകളിൽ നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് അതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. റേഡിയോയിലുള്ള പരസ്യമല്ല. എന്താണ്? വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡിജിറ്റൽ ചാനലുകളിലൂടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനം നടത്തുന്ന രീതിയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ചാനലുകളിലൂടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനം നടത്തുന്നതാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രധാന പട്ടിക അല്ലെങ്കിൽ സപ്ലൈ ഷെഡ്യൂൾ എന്തിനെ സൂചിപ്പിക്കുന്നു? വിവിധ വിലകളിൽ വിൽക്കാൻ തയ്യാറാവുന്ന സാധനങ്ങളുടെ അളവിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? പ്രധാന പട്ടിക അല്ലെങ്കിൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് സൂചിപ്പിക്കുന്നത്. എന്താണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? വിവിധ വിലകളിൽ വിൽക്കാൻ തയ്യാറാവുന്ന സാധനങ്ങളുടെ അളവിനെയാണ് പറയുന്നത് സപ്ലൈ ഷെഡ്യൂൾ. വിവിധ വിലകളിൽ വിൽക്കാൻ തയ്യാറാവുന്ന സാധനങ്ങളുടെ അളവിനെയാണ് പറയുന്നത് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രധാനത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു, അല്ലെ? ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രധാനത്തിന് എന്ത് സംഭവിക്കുന്നു? അത് കൂടുകയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രധാനം എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു? കൂടുന്നു. ഓക്കെ, ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രധാനത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ഓക്കെ, അതുപോലെ അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിലൊരു പിക്ചർ കൂടെ ആഡ് ചെയ്യാണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാർബണിന്റെ പിക്ചേഴ്സ് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ചെയ്തു തരാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്, ഈ ഒരു ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കി, ഏകദേശം 10-30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്താണ് ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ ടെലഗ്രാം ചാനൽ, ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക. അപ്പൊ എന്താവശ്യത്തിന് എന്ത് ചെയ്യുക? താഴെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും എല്ലാവർക്കും തന്നെ അടുത്ത ക്ലാസ് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എക്സാമിന് മുമ്പ് നമുക്ക് ഈ ഒരു സീരീസ്, ന്യൂ SCERT സീരീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പഠിക്കുക. നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് എല്ലാ സപ്പോർട്ടുമായി ഉണ്ടാവും. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക് യു.